ലൈവിൽ അനുമോൾ സാബുമാനെ ഫയർ ചെയ്യാണ്. സാബുമാൻ കുറച്ച് സമയം പോയിട്ട് അക്ബറിൻ്റെയും നെവിൻ്റെയും ആര്യൻ്റെയും കാര്യങ്ങൾ ഇത്രയും കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഇവരോട് സംസാരിക്കും. അപ്പം ഇവർ പറയുന്നത് കേൾക്കും, അവർ പറയുന്നതും കേൾക്കും. എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയുകയാണ്, അവരുടെ കാര്യം കേൾക്കുമ്പം അവർ കുറച്ച് ശരിയാണെന്ന് തോന്നുന്നു, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ശരിയാണെന്ന് തോന്നുന്നു, അപ്പം നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് സംസാരിക്കണം. അത് അനുമോൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അനുമോൾ ചോദിച്ച്, അങ്ങനെ നിന്നോട് സംസാരിക്കാൻ നീ ആരാ? നീ ലാലേട്ടൻ വല്ലതും ആണോ? ഇവിടുത്തെ പ്രശ്നങ്ങൾ നീ നിന്ന് ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ ഇപ്പോൾ പ്രധാന വാതിലിൽ കൂടെ കയറി വന്നൊരു വ്യക്തിയാണോ? നിനക്കൊന്നും അറിയാത്തതാണെങ്കിൽ നീ സംസാരിക്കുന്നത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഫുള്ള് നീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് നീ എന്താ ഈ മാതിരി സംസാരിക്കുന്നത്? അവരെയും ഞങ്ങളെയും കൂടെ ഒരുമിച്ച് നിർത്തി സംസാരിക്കണമെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അനുമോൾ ആദിലെ നൂറോടും പറയുകയാണ്, ഇവനെ പറഞ്ഞു വിടും, എനിക്കൊന്നും മനസ്സിലാവില്ല, ഇവൻ എന്തുവാണ് ഈ ചോദിക്കുന്നത്? ഇവിടെ രണ്ട് ടീമിനും ഒടുക്കത്തെ വാശിയാണ്. എന്നെപ്പോലുള്ള 10 പേര് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് സാബുമാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കും വാശിയുണ്ട്, അവർക്കും വാശിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നു. അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നമെന്ന്. സത്യം പറയാമല്ലോ, ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഡ്രാമ ഉണ്ടാക്കാനും മാത്രമേ ഇവിടെ ഉള്ളവർക്ക് അറിയത്തുള്ളൂ എന്ന് സാബുമാൻ പറയുന്നു. ശരിയാ, ഞാനിനി കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, അയ്യോ എന്ന് പറയുന്നുണ്ട്. സാബുമാന് മതിയായി കേട്ടോ. സാബുമാൻ കുഴഞ്ഞ്. അനുമോൾ പറയുന്നതിനകത്ത് കുറച്ച് സത്യമില്ലേ? ഈ സാബുമാൻ യഥാർത്ഥത്തിൽ ഗെയിം കളിക്കുകയാണ്. ആരുടെയും പ്രശ്നത്തിനകത്ത് ഞാൻ ഇടപെടുന്നില്ല, എന്നാൽ ഞാൻ എല്ലായിടത്തും ഉണ്ട്, അവിടെ നിൽക്കുന്നു. ഉച്ചയ്ക്ക് ഇത് പറഞ്ഞ് സ്വന്തമായിട്ടൊന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഭക്ഷണം എടുക്കും, ഇവിടുന്ന് കുറച്ച് ഭക്ഷണം എടുക്കും, അപ്പോൾ എൻ്റെ കാര്യം കുശാല് എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് ഇപ്പം കുറച്ച് സമയം അവരുടെ അടുത്തിരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അവരുടെ കേട്ടപ്പം അവർ ശരിയെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് വന്നിട്ട് അത് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരെ തീർക്കുമല്ലോ. ഇതുവരെ പറഞ്ഞ കണക്കല്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ടൊരു നിലപാടില്ലെന്ന് വേണം പറയാൻ സാബുമാന്. ഇങ്ങനെ സൈലൻറ്റ് സോണിൽ നിന്നത് ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നതും ഈ ഒരു സ്വഭാവം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എപ്പോഴേ ഇവിടുന്ന് പോകേണ്ടതാണ്.